ഹാപ്പി ആയിരിക്കുന്ന റിലേഷൻഷിപ്പിൽ പോലും ആളുകൾ ചീറ്റ് ചെയ്യാറുണ്ട്. അത് കാണുന്നത് വലിയ വിഷമം തന്നെയാണ്. നമ്മൾ പുറമേ നിൽക്കുന്നവർ പോലും എത്ര പെർഫെക്റ്റ് ആണ് അവർ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. എന്നാൽ പോലും ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 4 റീസണുകളാണ് ഏറ്റവും കൂടുതലായിട്ട് റിസർച്ച് പ്രകാരം പറയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് മോറൽ ഡിസെൻഗേജ്മെന്റ് ആണ്. താൻ ചെയ്യുന്ന തെറ്റുകളെയെല്ലാം വളരെയധികം ന്യായീകരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആ ബന്ധത്തിൽ ഉള്ളത് എങ്കിൽ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ലോ കമ്മിറ്റ്മെന്റ് ഒരു റീസൺ തന്നെയാണ്. പ്രതിബദ്ധത വളരെയധികം കുറവായിരിക്കും ഈ കൂട്ടറിൽ. മൂന്നാമത്തേത് ഇമോഷണൽ ഡിസ്റ്റൻസ് ഇവർക്ക് കൂടുതലായിരിക്കും. ഒരുപക്ഷെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ലവ് ലാംഗ്വേജ് മീറ്റ് ചെയ്യപ്പെടാത്തതോ അതുപോലെ അറ്റാച്ച്മെന്റ് സ്റ്റൈല് കോൺട്രഡിക്ഷൻ വരുന്നതോ ഒക്കെ ആയിരിക്കാം. നമ്മൾ പുറമേ കണ്ടിരുന്ന സാറ്റിസ്ഫാക്ഷൻ അവരുടെ കോംപ്രമൈസ് ആയിരുന്നിരിക്കാം. നാലാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് തന്നെയാണ്. വ്യക്തിത്വപരമായിട്ടുള്ള ചില സവിശേഷതകൾ, എമ്പതി ഒന്നുമില്ലാത്ത അങ്ങനെയുള്ള കുറെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റെഡ് സൈൻസ് ഒക്കെ തുടക്കത്തിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹാപ്പി ആയിരിക്കുന്ന കപ്പിൾസിനിടയിലെങ്കിലും ഇത്തരത്തിലുള്ള ചീറ്റിംഗ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അൺഹാപ്പിനെസ് മാത്രമല്ല ബന്ധങ്ങളിൽ ചീറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. എപ്പോഴും എന്റെ പങ്കാളി ഒരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ എന്റെ പങ്കാളിയെ ചീറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ചില റീസൺസ് ഒക്കെ അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ പാർട്ട്ണർ എത്രമാത്രം പ്രതിബദ്ധത അർഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിന്മേലാകട്ടെ അവരെ ചീറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്.